നമസ്കാരം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശമുയർത്തി വിശ്വാസികൾ പുണ്യമാസത്തിലേക്ക്. സംസ്ഥാനത്ത് ഇന്നു മുതൽ റമദാൻ വ്രതാരംഭം. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടക്കുന്നു. വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. നോമ്പുതുറകളെ വരവേൽക്കാനായി വിപണികളും സജീവമാണ്. വിശ്വാസികൾക്ക് ഇനിയുള്ള ഒരു മാസക്കാലം പുണ്യകാലമാണ്. പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ദാനധർമ്മങ്ങൾക്കും സൗഹൃദ സംഗമങ്ങൾക്കും റമദാൻ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സക്കാത്ത് നൽകി അശരണരെ സഹായിക്കുന്നതിലൂടെയും ഇഫ്താർ വിരുന്നുകളിലൂടെയും സ്നേഹവും സാഹോദര്യവും പങ്കുവയ്ക്കുന്നതിലൂടെയും ഈ മാസം പവിത്രമാകുന്നു. വിപണികളും പള്ളികളും പുണ്യമാസത്തെ വരവേൽക്കാൻ സജ്ജമായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങളും ഇഫ്താർ സംഗമങ്ങളും നാടിന്റെ പല ഭാഗങ്ങളിലും നടക്കും. മാസപ്പിറവി കാണാത്തതിനാൽ ഷബാൻ 30 പൂർത്തിയാക്കിയാണ് റംസാനിലേക്ക് കടന്നത്. റംസാനിലെ ആദ്യ 10 കാരുണ്യത്തിന്റെയും രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെയും മൂന്നാമത്തെ 10 നരകമോചനത്തിന്റെയും ദിനങ്ങളാണ്. ഒമാനിലും ഇന്നാണ് റംസാൻ മാസം തുടങ്ങുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റംസാൻ വ്രതം ഇന്നലെ ആരംഭിച്ചിരുന്നു. അതേസമയം സംസ്ഥാനത്തെ പള്ളികളിൽ ഇന്നലെ രാത്രി മുതൽ റംസാൻ പ്രാർത്ഥനകൾക്ക് തുടക്കമായി. റംസാനിലെ പ്രത്യേക നമസ്കാരമായ താറാവീഹിന് വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത്. വിശുദ്ധ റമദാൻ മാസത്തോടനുബന്ധിച്ച് കുവൈറ്റിൽ സമഗ്രമായ സുരക്ഷാ സേവന പദ്ധതിക്ക് ആഭ്യന്തര മന്ത്രാലയം തുടക്കം കുറിച്ചു. പൊതു ഇടങ്ങളിൽ നോമ്പ് ലംഘിക്കുന്നവർക്ക് 1 മാസം വരെ തടവോ 100 ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയ ശിക്ഷയോ ലഭിക്കാവുന്നതാണ്. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് മാർക്കറ്റുകളിലും പള്ളികൾക്ക് സമീപമുള്ള നിരീക്ഷണ ക്യാമറകൾ തെളിവായി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ വിപണികളിലും പള്ളികൾക്ക് സമീപമുള്ള ആത്മീയ അന്തരീക്ഷം ചൂഷണം ചെയ്യുന്ന യാചകരെ ലക്ഷ്യമിട്ടുള്ള പരിശോധനകളും പദ്ധതിയുടെ ഭാഗമായി ശക്തമാക്കിയിട്ടുണ്ട്. 1968 44 നമ്പർ നിയമം അനുസരിച്ചാണ് പരസ്യമായി നോമ്പ് തുറക്കുന്നവർക്കെതിരെ അധികൃതർ നടപടി സ്വീകരിക്കുന്നത്. വിശുദ്ധ മാസത്തിലെ മതപരമായ ആചാരങ്ങൾക്കും പൊതുസമാധാനത്തിനും ഭംഗം വരുത്തുന്ന പ്രവണതകളെ കർശനമായി നേരിടാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നടപടി. അതേസമയം വിശുദ്ധ റംസാൻ വ്രതാരംഭത്തിന് തുടക്കമായതോടെ വിശ്വാസികൾക്ക് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഐക്യവും നിലനിൽക്കാൻ ഈ പുണ്യമാസം സഹായിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. റംസാൻ മാസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എക്സിലൂടെയാണ് അദ്ദേഹം സന്ദേശം പങ്കുവച്ചത്. റംസാൻ ആശംസകൾ നേരുന്നു. ഈ വിശുദ്ധ മാസം ദയയുടെയും ഐക്യത്തിന്റെയും അനുകമ്പയുടെയും ചൈതന്യം നമ്മളിൽ നിറയ്ക്കട്ടെ. എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും നേരുന്നു എന്ന് അദ്ദേഹം കുറിച്ചു.